ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു കൃഷ്ണാനുഭവമായാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഭഗവാന്റെ അനുഭവങ്ങൾ എത്ര കേട്ടാലും മടുക്കില്ല. അത് എത്രമാത്രം മനസ്സിന് സുഖമാണ് നൽകുന്നത് അല്ലേ? ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും ചെറുതായാലും വലുതായാലും അതെല്ലാം തുല്യമാണ്. ഭഗവാൻ നൽകുന്ന അനുഭവങ്ങളാണ്. അത് കേൾക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒരു മനോഹരമായിട്ടുള്ള കൃഷ്ണാനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. കേട്ടു നോക്കൂട്ടോ. ഭഗവാന്റെ ആ അദൃശ്യകരങ്ങൾ ഭക്തിക്ക് സമ്മാനിച്ചു. അത്ഭുതം കേൾക്കാം. കാതോർത്തിരുന്നോളൂ. ഹരേ കൃഷ്ണ. ഞാൻ എൻ്റെ ഒരു കൃഷ്ണാനുഭവമാണ് ഇവിടെ പറയുന്നത്. ഞാനും ഹസ്ബൻഡും മാത്രമാണ് വീട്ടിലിപ്പോൾ ഉള്ളത്. മക്കളൊക്കെ പുറത്താണ്. 2 വർഷം മുന്നേ ഞങ്ങൾ ഗുരുവായൂർ ഏകാദശി വ്രതം നോറ്റ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന്റെ രാമനാമം ജപിക്കുകയായിരുന്നു. ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രം ജപിക്കുമ്പോൾ ഹസ്ബൻഡ് എൻ്റെ മുന്നിലിരുന്നിട്ട് ഞാൻ അവരെ പുറകിലിരുന്നിട്ടായിരുന്നു ജപിച്ചുകൊണ്ടിരുന്നത്. ഒരു 10:50 ആയപ്പോൾ തന്നെ ഹസ്ബൻഡിന് എന്താ പറ്റിയെന്നറിയില്ല, ഹസ്ബൻഡ് ചൊല്ലുന്നതൊക്കെ തെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും മുന്നേ 108 തികക്കേണ്ടിയിട്ട് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഇതുപോലെ തന്നെ 108 തികച്ച് ഞാൻ ഭഗവാനെ തൊഴാൻ എഴുന്നേറ്റപ്പോൾ ആ സമയത്താണ് ഞാൻ കാണുന്നത് എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നിട്ട് മുഖമൊക്കെ ഒരു വശത്ത് പോയി എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളതെന്ന് ഞാൻ ഭഗവാനോട് കരഞ്ഞു പറഞ്ഞു. ഭഗവാന്റെ കാല് പിടിച്ച് ആ ഒരു കൈ ഞാൻ ഹസ്ബൻഡിൻ്റെ മുഖത്ത് വെച്ച് ആ സ്പോട്ടിൽ ആ മുഖം മൊത്തം മുകളിലോട്ട് കയറിയായിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി താഴോട്ട് താണു. പിന്നെ നടക്കാനും ഒരു കൈയും ഒരു കാലിനും ബുദ്ധിമുട്ടുമായിരുന്നു. ആ സമയം തന്നെ ഞാൻ ആ ഭഗവാനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ കൈ ഭഗവാനെ തൊട്ട ആ കൈ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ മുഴുവൻ കുറേ സമയം ചൂട് വെച്ച്. ആ സമയം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എഴുന്നേറ്റ് നടക്കാനും തുടങ്ങി. മുഖവും ശരിയായ രീതിയിൽ വന്നു. ഞാൻ കൊണ്ട് ബെഡ് കിടത്തി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയേണ്ട താമസം അവർ എഴുന്നേറ്റ് നടക്കാനും തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 7 മണിക്ക് അമ്പലത്തിൽ പോകേണ്ടിയിട്ട് വണ്ടി ഏൽപ്പിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി പോകണ്ട, ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞ ഹസ്ബൻഡിൻ്റെ നിർബന്ധം കാരണം ഞങ്ങൾ അന്ന് തന്നെ ഒരു അമ്പലത്തിൽ പോയി തൊഴുത് വലം വെച്ച് അവിടെ നെയ്വിളക്ക് പ്രാർത്ഥിച്ച് നെയ്വിളക്ക് വെച്ച് വീട്ടിൽ വന്നു. അതിന് ശേഷമാണ് എല്ലാവരും അപ്പുറത്തു നിന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. ഡോക്ടർക്കും മനസ്സിലായില്ല സ്ട്രോക്ക് വന്നിരുന്നില്ലതൊന്നും മനസ്സിലായില്ല. പിന്നെ അവിടെ നിന്ന് തന്നെ വേറെ ഒരു മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിൽ പോയി. അന്ന് തന്നെ അവിടെ നിന്നും ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും കണ്ടില്ല എന്താ സംഭവിച്ചതെന്ന്. രണ്ടാമതും സ്കാൻ ചെയ്തപ്പോഴാണ് ചെറിയൊരു സ്ട്രോക്കാണ് വന്നതെന്ന് മനസ്സിലായത്. ഭഗവാന്റെ കൃപാ കടാക്ഷം കാരണം എല്ലാം ഇപ്പം ക്ലിയറായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുമുണ്ട്. എന്നാൽ അന്നത്തെ ആ ഒരു ദിവസം ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടതിൽ ഭഗവാനോട് ഒരായിരം നന്ദി പറയും. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കാരുണ്യം എത്രത്തോളം വലുതാണെന്ന് നോക്കൂ. ഭഗവാൻ എത്രത്തോളം കാരുണ്യവാനാണ്. തൻ്റെ ഭക്തർ ഒന്ന് കരയുന്നത് കണ്ടാൽ, തൻ്റെ ഭക്തരുടെ ഇടനെഞ്ചൊന്ന് പിടയുന്നത് കണ്ടാൽ ഭഗവാൻ ഒരിക്കലും സഹിക്കില്ല. തീർച്ചയായിട്ടും ഭഗവാന് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എന്ന മന്ത്രം നമ്മൾ ദിവസവും ചൊല്ലുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരു ദിവസം 16 ജപമാല ജപിക്കണമെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ഹരേ കൃഷ്ണ മന്ത്രം കലിയുഗത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മന്ത്രമാണ്. കലിയുഗത്തിൽ ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണെന്ന് പല ശ്രേഷ്ഠരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹരേ കൃഷ്ണ മന്ത്രം നമ്മൾ നിത്യവും ജപിക്കുക.
16 ജപമാല എന്ന് വെച്ചാൽ 1728 തവണയെങ്കിലും ഒരു ദിവസം ചൊല്ലണം എന്നാണ് കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവചം ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാരായണ കവചവും ചൊല്ലുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നിത്യവും ജപിക്കുന്നവർ അതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി മുതലെങ്കിലും ഇത് കേൾക്കുന്നവർ അത് ചൊല്ലട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം നേരിട്ട് മനസ്സിലാവുന്നതാണ്. ഇവിടെ അവർ ഭഗവാനെ ഹരേ കൃഷ്ണ മന്ത്രം 108 തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഭർത്താവിന് പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നത്. ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ആ ഭക്തിയുടെ കരച്ചിൽ ഒരിക്കലും കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ ആ അദൃശ്യ കരങ്ങൾ ഭക്തിക്ക് നൽകുകയാണ്. നോക്കൂ, അത്ഭുതം നോക്കൂ. ഭർത്താവിനെ ശുശ്രൂഷിക്കുകയാണ് അവർ. അതിനുശേഷം ആ കരങ്ങൾ കൊണ്ട് ഭർത്താവിനെ സ്പർശിക്കുന്നു. മുഖത്തൊക്കെ സ്പർശിക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, സ്ട്രോക്ക് വന്ന് തളർന്ന ഭാഗങ്ങൾ വീണ്ടും പഴയ പോലെ ആവുക. ഭഗവാനെ, ഇങ്ങനെ ഒരു അത്ഭുത കഥ കേൾക്കാൻ സാധിച്ചത് തന്നെ വലിയ കാര്യം, വലിയ ഭാഗ്യം. ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അവരോട് ആ ഒരു അനുഭവം നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചതിൽ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും വിലപ്പെട്ട കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. ഇതുപോലെ കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് വോയിസ് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. താങ്ക് യു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.